ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ ഒരു ചെറിയ വേദന വന്നാ സഹിക്കാൻ പറ്റുമോ നിനക്ക്? നവീൻ ഒന്ന് വീണുപോയെന്നറിഞ്ഞ മനസമാധാനം കിട്ടുമോ നിനക്ക്? അതൊക്കെ നവീൻ നിന്റെ ഉള്ളില് നിറയെ ഉള്ളത് കൊണ്ടല്ലേ. നീ വൈകിയതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നീ ലോകം മുഴുവൻ നന്നാക്കാൻ പോയിട്ട് വരുമല്ലേ? എന്താ അമ്മ ഇത്? കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ മുത്തശ്ശി കാല് പിടിച്ച് കെഞ്ചിയപ്പോ എനിക്ക് പോരാൻ തോന്നിയില്ല. ഇപ്പതേ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. ആ ഇനി ഒന്നിനും എന്നെ വിളിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോരുമ്പോ അങ്ങനെയൊക്കെ പറയും. ഇനി വിളിച്ച കാരണം കണ്ടെത്തി നീ പോവുകയും ചെയ്യും. പെട്ടുപോയതുകൊണ്ടല്ലേ. ഒരു കണക്കിന് പറഞ്ഞ നമ്മളെല്ലാരും കൂടി നവീനെ പറ്റിക്കായിരുന്നില്ലേ. ആ കടം കൂടിയാ ഞാൻ വീട്ടുന്നത്. ഓ തുടങ്ങി കടം വീട്ടല്. സിത്താര മേഡത്തിനെ കണ്ട അവിടെ ഒരു കടം, മുത്തശ്ശിയെ കണ്ട അതിന്റെ കടം. ഇനിതേ ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലേ. വേണ്ട, ഞാൻ ഇനി ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. അല്ലെങ്കിലും ശിവരാത്രി ദിവസം അമ്മ കണ്ണടയ്ക്കാറില്ലല്ലോ. അക്കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സ് വേദനിച്ചിട്ട് ഇരിക്കപ്പുറതി ഉണ്ടായിട്ടില്ലെന്നാ പറഞ്ഞത്. തൽക്കാലം പേടിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അമ്മയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ട, അകത്ത് പോയിരിക്കെ. മോളെ, അവിടെ നടന്ന പൂജയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. എനിക്കൊന്നും കേക്കണ്ട. പൂജ അതിന്റെ കോലാഹലങ്ങളും ഒന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ നക്കാം. അതെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നവീന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നടത്തിയ ആ ചടങ്ങിൽ ഇന്നേ വരെ ഗാഥയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈശ്വരൻ കൃത്യമായിട്ട് ആ സമയത്ത് കൃഷ്ണമോളയോടെ എത്തിച്ചത് കണ്ടില്ലേ? അതിന്റെയൊക്കെ സൂചന എന്താ? അതെ, ഇവളിങ്ങനെ നടക്കുന്നോണ്ട് തന്നെ നവീന്റെ കൂടെ ജീവിക്കേണ്ടവള് അവിടെ തന്നിഷ്ടത്തിലല്ലേ ജീവിക്കുന്നേ. എന്നാലേ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാ. നവീനെ കൊണ്ട് കൃഷ്ണയുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് ദൈവമാണെങ്കിൽ ഇവരെ രണ്ടാളെ ഒന്നിച്ച് ജീവിപ്പിക്കാനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പിന്നെ ദൈവത്തിന്റെ പദ്ധതിയൊക്കെ ഗോപാലിന്റെ കയ്യിൽ എഴുതി തന്നിരിക്കല്ലേ. എന്റെ കയ്യിലൊന്നും എഴുതി തന്നിട്ടില്ല. പക്ഷേ കാണുന്ന നിമിത്തങ്ങൾ വെച്ചാണല്ലോ ദൈവകാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒന്നും നടക്കാതാവുമ്പോ എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും, അത്ര തന്നെ. ഗോപാലമ്മ, അമ്മയ്ക്ക് വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളൊന്നും കൊടുക്കല്ലേ. എന്റെ പാവം അമ്മ പിന്നെ ഇരുന്ന് കരയാൻ തുടങ്ങും. അമ്മ വന്നേ വിട്. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. എന്തായാലും ശിവരാത്രി ദിവസമായിട്ട് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലേ. എന്റെ മനസ്സിൽ അതിന്റെ സന്തോഷമുണ്ട്. അമ്മ വരുന്നെങ്കി വാ. തങ്കം, ഞാനെന്തോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞൊന്നും കരുതണ്ട. ഇതിന്റെ അവസാനം ഇങ്ങനെ തന്നെയാ. ഒന്നിച്ചു ചേരാനുള്ളത് കൃഷ്ണയും നവീനും തന്നെയാ. അത് ദൈവം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. സുനന്ദേച്ചി, എന്തെങ്ങനെ നോക്കുന്നേ? ക്ഷീണം വല്ലതും ഉണ്ടോന്ന് നോക്കിയതാ. ഒരു ക്ഷീണവുമില്ല. അല്ലെങ്കിലും ദൈവകാര്യങ്ങൾക്ക് പോയാ എനിക്ക് അങ്ങനെ ഒരു ക്ഷീണവും തോന്നാറില്ല. ഏത് ദൈവത്തിന്റെ കാര്യോ പറയുന്നേ? സാക്ഷാൽ ഈശ്വരനെയാണോ അതോ നവീനെയാണോ? തുടങ്ങി കളിയാക്കാൻ. അതെ, പാർക്കില് പൂ പറിക്കാൻ ചെന്നപ്പോ നവീനെടുത്ത് പൊക്കിയതൊക്കെ ഗോപാലേട്ടൻ എന്നോട് പറഞ്ഞു. അതിന് നവീൻ എവിടെ വരുമെന്ന് എനിക്കറിയോ? എന്നെ പിടിച്ച് പൊക്കുന്നു ഞാൻ വിചാരിച്ചോ? അറിയായിരുന്നെങ്കില് ഞാൻ ഓടിപ്പോവില്ലായിരുന്നോ? എന്നാലും അറിയാതെ സംഭവിച്ചപ്പോ ഒരു സുഖമൊക്കെ തോന്നിയില്ലേ? ഒരുപാട് സുഖിച്ചു. എന്താ? ചൂടാകല്ലേ പെണ്ണെ. നവീന്റെ ഒപ്പം കാറിൽ പോയിട്ട് നിങ്ങൾ എവിടേക്കാ പോയേ? യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ വേറെ എന്താ? അതോ അല്ല, വലിയ വലിയ ബിസിനസ്സുകാർക്കേ പല സ്ഥലത്തും ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എവിടേക്കെങ്കിലും പോയോ? ദേ, പ്രായത്തിന് കുറച്ച് മൂത്തതായി പോയി. അല്ലെങ്കിലേ ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നെ. അല്ല, കൊഞ്ചി ഇത് എങ്ങോട്ടാ പോകുന്നേ? എന്റെ മോളെ, ഈ നവീൻ
നിനക്ക് അന്യനായ ഒരാളൊന്നും അല്ല. നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി നീ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതും ഒരു ധ്യാനം പോലെ അത് തൊട്ടു തൊഴുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. നവീൻ ഒരു ചെറിയ വേദന വന്നാ സഹിക്കാൻ പറ്റുമോ നിനക്ക്? നവീൻ ഒന്ന് വീണുപോയെന്നറിഞ്ഞാ മനസമാധാനം കിട്ടുമോ നിനക്ക്? അതൊക്കെ നവീൻ നിന്റെ ഉള്ളില് നിറയെ ഉള്ളതുകൊണ്ടല്ലേ. ഈ സങ്കടത്തിനിടയ്ക്ക് ദൈവം നിങ്ങൾക്ക് ഒരു ദിവസം നീക്കി വച്ചതായിരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ. ഞാൻ എങ്ങനെയാ കരുതുന്നത്? സുനിതേച്ചി, ഇതൊക്കെ തമാശക്ക് പറയുന്നതാന്ന് എനിക്കറിയാം. പക്ഷേ ആ യാത്രയും കളരിക്കൽ നടന്ന പൂജയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അതെന്തു പറ്റി? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ ലംഘിക്കുന്നത് സിത്താര മേഡത്തിന്റെ മുന്നറിയിപ്പാ. അവർക്ക് ദേഷ്യം വന്നാ എന്താ സംഭവിക്കാന്നറിയാലോ. അമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്ക. ഇതിപ്പം ഞാനായിട്ടൊരു കാരണം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത പോലെയായി. സിത്താര മാഡം ഇനി വിളിച്ചാലും മോള് ഫോൺ എടുക്കണ്ട. വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ ചെല്ലേം വേണ്ട. അതെങ്ങനെ പറ്റും? അവരോട് കൈ നീട്ടി കാശ് വാങ്ങിച്ചതല്ലേ? കൈ നീട്ടി കാശ് വാങ്ങിച്ചപ്പോ ഈ ജന്മം മുഴുവൻ അടിമപ്പണി ചെയ്തു കൊടുക്കാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവരുടെ മോളെ സുരക്ഷിതമായിട്ട് കളരിക്കൽ എത്തിച്ചില്ലേ? നവീന്റെ കൂടെ ജീവിച്ചോളം പറഞ്ഞില്ലേ? പിന്നെ അതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? പോയവൾക്ക് ജീവിതമൊന്നും പറഞ്ഞിട്ടില്ല. അവള് നവീന്റെ കൂടെ സമാധാനത്തിൽ ജീവിക്കേയില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ സുനന്ദേച്ചി? ഇത് എന്തിനെങ്ങനെ പ്രാഗി ദ്രോഹിക്കുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അവിടെ ഇതൊക്കെ നടക്കുന്നേ? നവീന് വേണ്ടി ഒരു ശിവരാത്രി വ്രതമെങ്കിലും അവളെ കൊണ്ട് ദൈവം എടുപ്പിച്ചോ? ഇല്ലല്ലോ. അവളെ മാറ്റി നിർത്തിയില്ലേ? പകരം കൃഷ്ണമോളല്ലേ വ്രതം എടുത്തേ? നീയല്ലേ ഭർത്താവിന്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചത്? അപ്പോ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് അവള് പ്രാർത്ഥിക്കുന്നത് അവളുടെ ഭർത്താവിന് വേണ്ടി തന്നെയാണെന്നുള്ള ബോധ്യം വരും. അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ആയിരിക്കും കിട്ടുക. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നവീന്റെ പെണ്ണ് ഞാനാണെന്നും പറഞ്ഞ് കൂടെ കയറി താമസിച്ചേനെ. എന്താ ഗോപാലമാമനെ പറ്റിച്ചിട്ട് എവിടെങ്കിലും പോവാനുള്ള ഉദ്ദേശമുണ്ടോ? ഞാൻ എങ്ങോട്ട് പോവാനാ? പോകാനുള്ളത് മുഴുവൻ നിനക്കാ. നീ ഇതൊന്നും നോക്കി, ഞാൻ കുറച്ച് വിറകെടുത്തിട്ട് വരാം. തല്ലണമെന്ന് കരുതിയതല്ല, പക്ഷേ പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി. ഒരുപക്ഷെ ഇതെല്ലാത്തിന്റെയും അവസാനം ആകുമെന്ന് അറിയില്ല. അമ്മ ചെയ്തതിൽ ഞാൻ തെറ്റു പറയില്ല. ഗാഥയുടെ പെരുമാറ്റം പലപ്പോഴും അതിര് കിടന്നതാ. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ആൾമാറാട്ടക്കാരിയാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടല്ലോ.